ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് കേക്ക് കട്ട് ചെയ്ത് ജന്മദിനം ആഘോഷിച്ച ജസ്ന സലീം. പുള്ളിക്കാരത്തിയുടെ ആ പ്രവൃത്തി കൊണ്ട് എന്തായാലും ഹൈക്കോടതി വരെ ഇടപെട്ടു. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, ഇപ്പോൾ വിധി അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് അവിടെ ഇനി ഇതുമാതിരി കേക്ക് കട്ട് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ അവിടെ റീൽസ് എടുക്കാനോ മറ്റു പരിപാടികളോ സമ്മതിക്കില്ല. സെലിബ്രിറ്റീസിൻ്റെ പിന്നാലെ പോവുക, അവരെ ഷൂട്ട് ചെയ്തൊന്നും അവിടെ ഇനി അനുവദിക്കുന്നതല്ല. അവിടെ ആകെ വീഡിയോഗ്രഫി, ഫോട്ടോഗ്രഫി ചെയ്യാൻ പാടുള്ളത് കല്യാണം അല്ലെങ്കിൽ അതുപോലെയുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെയാണ് എടുക്കാൻ പാടുള്ളൂ. വീഡിയോസും അങ്ങനത്തെ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്കി റീൽസ് എടുക്കുന്ന പരിപാടികളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണമെന്ന് ദേവസ്വം ബോർഡിനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതൊരു കണക്കിന് നല്ലതാണ്. കാരണം ഈ ആരാധനാലയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതാണല്ലോ. അവിടെ പോയിട്ട് റീച്ച് കിട്ടാനും ഫെയിം കിട്ടാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ തന്നെയുമല്ല, ഈ ജസ്നയെ പോലെയുള്ള ആൾക്കാർ ഭക്തി കൊണ്ടാണോ അവിടെ വരുന്നതെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. ഭക്തി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കുഴപ്പമില്ല. നമുക്കറിയില്ലല്ലോ ഒരാളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടായിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ. അപ്പോൾ ഈ ജസ്നയുടെ ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം വേറൊരു ലേഡി തട്ടമിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടമിട്ട് വരുന്നത് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങനെ വന്നതാണോ, അതോ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് വന്നതാണോ എന്ന്. അപ്പോൾ ഒരാൾ പിന്നാലെ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ വീഡിയോ എടുത്തിട്ട് പിന്നാലെ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഒന്ന് കാണാനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആരാധനാലയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാനാണ് അല്ലേ, എല്ലാവരും ഭക്തി കൊണ്ടൊക്കെയല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഫെയിമിന് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ ചെയ്യാതെ ഭക്തി ഉണ്ടെങ്കിൽ പോവുക. പക്ഷേ ഇതിപ്പോൾ പിന്നെയും ഇത് മുമ്പേ ഉള്ളതാണ്. ഹൈക്കോടതി പറയുന്നതിന് മുന്നേയും ഗുരുവായൂർ അമ്പലത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. പക്ഷേ ഇപ്പോൾ പിന്നെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് അഹിന്ദുക്കൾ പ്രവേശിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വെറുതെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധി വന്നിട്ടുണ്ടെന്ന് എല്ലാവരോടും ഒന്ന് പറയാൻ വന്നതാണ്.